പക്ഷെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്തും തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാര്യ മാത്രമാണ്. എപ്പോഴെങ്കിലും ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്ക് യു എന്നൊരു വാക്ക്? താങ്കളുടെ ചോദ്യം എന്നെ ഭയങ്കര വിഷമിപ്പിച്ചിട്ടുണ്ട്. താങ്ക്സ് പറയാൻ പറ്റിയിട്ടില്ല. നമസ്കാരം. നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ ചേരുന്നത് ശ്രീ സന്തോഷ് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു നൃത്ത അധ്യാപകനാണ്. അതുപോലെ തന്നെ സ്കൂൾ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ച് ഒരുക്കി കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്തിക്കുന്ന നല്ലൊരു അധ്യാപകൻ കൂടിയാണ് സാർ. സാറിന്റെ കർമ്മ മേഖല എന്ന് പറയുന്നത് നൃത്തമാണല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ സാറ് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണെന്ന് അറിയാം. സാറിന്റെ കർമ്മ മേഖലയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഞാനൊരു നൃത്ത അധ്യാപകനാണ് ബേസിക്കലി. കാരണം ഞാൻ എങ്ങനെ മേഖലയിൽ എത്തിയെന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് അപ്പനും അമ്മയ്ക്കും കൂടി ഞാൻ ഒറ്റ മോന. എനിക്കൊരു 3-3.5 വയസ്സുള്ളപ്പം എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാനും അച്ഛനും തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛന് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിൽ നല്ല അടിയൊക്കെ തന്നൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്ന് ചോദിച്ചാൽ ഇഷ്ടമില്ല. അങ്ങനെ അന്നത്തെ എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഞാൻ 78 ആണ്, ആ കാലഘട്ടം ഒരു 78, 79, 80 കാലഘട്ടങ്ങളിൽ ആൺകുട്ടികൾ നൃത്തം പഠിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊരു ഷെയിമായിട്ട് നമുക്ക് തോന്നുന്നത്. കുറെ പെൺകുട്ടികളുടെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ആണായിട്ട് നിന്ന് ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക, അത് ഭയങ്കര ഒരു ഷെയിമിങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞു ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പരിപാടി നിർത്തി. അപ്പൻ ശനിയാഴ്ച ഞായറാഴ്ച ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകാൻ നോക്കും. ഞാൻ എങ്ങോട്ടെങ്കിലും മാറും, സ്വന്തപ്പെട്ട വീട്ടിലോ ചിറ്റപ്പൻ്റെ വീട്ടിലൊക്കെ പോകും, കളിക്കാൻ പോകും. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു RK രവീന്ദ്രനാഥൻ നായർ, പിറവംകാരനാണ്. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്താണ് സാറിന്റെ ഡാൻസ് സ്കൂൾ. ഈ ചെറുപ്പത്തിൽ ഇത് കുറച്ച് പഠിച്ചതിന്റെ ഒരു ഇത് കൊണ്ടും അവിടുന്ന് അതിൽ നടന്നു പോകുമ്പോൾ ഈ തട്ടുമുട്ടും കേൾക്കുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി നോക്കും. പാര എന്നാന്ന് ചോദിച്ചു. ആശാൻ വിളിച്ചകത്ത് കയറ്റി ചെന്നു. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ, നീങ്ങ പോരെ, നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. സാറേ അതിന് കാശൊന്നും ഇല്ല, വീട്ടിൽ നിന്ന് അങ്ങനെ പൈസ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. നീ അതൊന്നും നോക്കണ്ടെങ്കിൽ പോരെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ സമയം കിട്ടുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആശാൻ എടുത്ത് ചെല്ലും. എനിക്കൊരു കുഞ്ഞു സൈക്കിളുണ്ട്, ഇതൊക്കെ ഇട്ട് ചെല്ലും. ആശാൻ അങ്ങനെ നൃത്തമൊക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് 10ഓട് കൂടി നമ്മുടെ ഈ കലോത്സവമൊക്കെ ഉണ്ട്. അന്ന് കലാപ്രതിഭ ഒക്കെ പട്ടം, കലാതിലക പട്ടമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. എന്തെങ്കിലും കലാതിലക പട്ടം ഒന്നും കിട്ടിയില്ലെങ്കിലും ആ കലോത്സവങ്ങൾക്ക് പങ്കെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നീട് കോളേജിൽ അന്നത്തെ PDC ലാസ്റ്റ് ബാച്ചാണ്. PDC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആനിമേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിച്ചത്, അരീന മൾട്ടിമീഡിയയിൽ തൊടുപുഴ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കണ്ണ് ഭയങ്കര പ്രശ്നം, തലവേദനയൊക്കെ ആയിട്ട് അതങ്ങ് ഫ്ലോപ്പായി. പഠിച്ചു, പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചില്ല. ഡിഗ്രി ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞപ്പം ഞാൻ ഒറ്റപ്പുത്രനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കല്യാണം പെട്ടെന്ന് കഴിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ കല്യാണ പ്രായം എത്തുന്നതിന് മുമ്പ് 23 വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് അന്ന് കൂടെ കൂടിയതാണ് എൻ്റെ ഭാര്യ. അന്ന് തൊട്ട് ഈ ലൈഫ് ഇവിടം വരെ വരുന്നതും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞാനും അപ്പനും വൈഫും മാത്രമേ ഉള്ളൂ, സഹോദരിമാരില്ല. അപ്പൊ ഈ ഇങ്ങനെ ഞാൻ അതിന് ശേഷം ഇവിടെ അടുത്തൊരു വളരെ ഫേമസ് ആയ ഇന്റർനാഷണൽ സ്കൂളിൽ ജോലിക്ക് കയറി. ഡിഗ്രി ഉണ്ട്, ഈ അനിമേഷൻ പഠിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ സ്കൂളിൽ ജോലിക്ക് കയറി. അപ്പൊ അതൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയായി. ജയിലിൽ പിടിച്ചിട്ടൊരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് സ്കൂളിൽ നിന്ന് ലീവ് കിട്ടിയില്ല. അത് എന്നെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അത് വേദനിപ്പിച്ച ഒരു കാരണം നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എന്തായാലും ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വൈഫ് ഉള്ളിലാണ്, നമ്മൾ പുറത്താണ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമ സാഹചര്യത്തിൽ പോയി. അന്ന് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിനോട് ജോലി ഇവിടെ പറഞ്ഞിറങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞു, എടാ നീ ഒരു കലാകാരനാണ്, നിനക്ക് നന്നായിട്ടൊരു കഴിവുണ്ട്, നീ പഠിച്ചത് വെച്ച് നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. സാറേ പിന്നെ എന്നെ അങ്ങനെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കണം, എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞാൽ ആരും തരികയില്ലെന്നോ. ആശാൻ പറഞ്ഞു നീ പോരെ. അങ്ങനെ ആശാന്റെ ഒന്നുകൊണ്ട് സ്കൂളുകളിൽ പോയി അന്ന് തുടങ്ങിയ ഒരു കലാജീവിതമാണ് അതിങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇതിനോടകം ഈ പെൺകുട്ടികളൊന്നും നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഏറ്റവും അധികം ഞാൻ ഇടപെടുന്നതെല്ലാം പെൺകുട്ടികളായിട്ടാണ്. അതങ്ങ് LKG UKG മുതൽ ഹയർ ക്ലാസ്സിൽ വരെയുള്ള കുട്ടികളായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ അറിയാലോ, കുട്ടികളെ നമ്മുടെ അടുത്ത് വിടുക, അവർക്ക് നല്ല സേഫായിട്ട് നമ്മുടെ അടുത്ത് പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക, നമ്മളവരെ പഠിപ്പിക്കുക,
അവരെ നല്ല ഭംഗിയായിട്ട് പഠിപ്പിച്ച് നമ്മൾ വേദിയിൽ കയറ്റി അവരുടെ പെർഫോമൻസ് ആ കഴിയുന്നവരെയുള്ള നമ്മുടെ ആ ഒരു ഇത്, അല്ലെങ്കിൽ അവരുടെ ആ പെർഫോമൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് പെൺകുട്ടികളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെയാണ്. സാറിന് ഒരു നൃത്ത സ്കൂളുണ്ട് നൂപുര. അതെ. ആ സ്കൂളില് സാർ ഒത്തിരി പിള്ളേരായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്, പാരന്റ്സ് ആയിട്ട് ഇടപെടുന്നു. കൂടുതലും കുട്ടികളുടെ അമ്മമാരായിരിക്കും സാറിന്റെ അടുത്ത് വരുന്നത്. അപ്പോ ഈ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ അവരുടെ പാരന്റ്സുമായിട്ട് ഇടപഴകുമ്പോ സാറിന് അവരിലൂടെ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അവരിൽ നിന്ന് സാറ് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ടാവും. അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കണം. അതായത് നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാൻസുകൾ ഉള്ള ഒരു കാലഘട്ടമാണ്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അറിയാലോ, നമുക്കൊരു അമ്പല പരിപാടിക്ക് പോലും സ്റ്റേജിൽ കയറി ഒരു ഡാൻസ് കളിക്കാതെ വേദിയില്ല. ഇന്നിറങ്ങുമാരുടെ ചാനലുകളിലൊക്കെ ഇഷ്ടംപോലെ വേദികളും അവസരങ്ങളും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇത് തൊട്ട് മുമ്പത്തെ മുതിർന്ന ആളുകളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു കലാരൂപത്തിൽ ഒന്നെങ്കിൽ കരാട്ടയ്ക്ക് വിടും, അല്ലെങ്കിൽ ജൂഡോയ്ക്ക് വിടും, അതല്ലെങ്കിൽ നൃത്തം പഠിക്കാൻ വിടും, പാട്ട് പഠിക്കാൻ, വയലിൻ പഠിക്കാൻ, ഗിത്താർ പഠിക്കാൻ, കലാപരമായി എന്തെങ്കിലും ഒരു സാധനം പഠിപ്പിക്കണം എന്ന ഒരു കൺസെപ്റ്റ് ഉള്ള പേരൻസ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബേസിക്കലി കുട്ടിക്ക് ജനറ്റിക്കലി കലാപരമായ കഴിവുള്ള കുട്ടികൾ, ഇത് താല്പര്യമില്ലാണ്ട് ഉദ്യത്തള്ളി വിടുന്ന കുട്ടികൾ. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് പേരൻസ് കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഞാൻ പറയും, ഞാൻ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തി തരാമെന്ന് പറഞ്ഞ് നടക്കുകയല്ല. ആദ്യം കുട്ടിയുടെ ടാലന്റ് നമുക്ക് നോക്കാം. ആ കുട്ടി നമ്മളോട് സെറ്റായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഫ്ലോപ്പ് ആയി പോകും. നിങ്ങളുടെ പൈസ, എന്റെ സമയം, കൊച്ചിന്റെ സമയം ഒക്കെ വേസ്റ്റ് ആവും. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ചില പേരൻസ് ആ കൊച്ചിന്റെ കഴിവിനെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞുനാളിലേ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു ഒത്തിരി പേര് ഇപ്പൊ നമ്മൾ സിനിമയിലും ചാനലിൽ അവതാരകയായിട്ടും ഒക്കെ അങ്ങനെ ഒരുപാട് പല വേദിയിൽ നമ്മൾ കുട്ടികളെ കാണുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ട് ഒത്തിരി കുട്ടികൾ അങ്ങനെ പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇൻസ്പയർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇത് തന്നെയാണ്. കുട്ടിയുടെ കഴിവിനെ കണ്ടെത്തി, കറക്റ്റ് ടാലന്റ് കണ്ടെത്തി ആ റൂട്ടിൽ തിരിച്ചു വിടുന്നതിലാണ് പേരൻസിന്റെ ഏറ്റവും വലിയ വിജയം. എന്റെ മോന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സാറ് നമ്മള് സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ മത്സരത്തിന് കൊണ്ടുപോകുന്നുണ്ട്, അതേപോലെ തന്നെ കോളേജ് തലത്തിലുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ അവര് കൂടുതലും താല്പര്യപ്പെടുന്നത്, ഇപ്പൊ നമുക്ക് നൃത്തത്തില് രണ്ട് ടൈപ്പ് ഉണ്ട്. ലൈക്ക് വെസ്റ്റേൺ വരുന്നുണ്ട്, അതായത് സിനിമാറ്റിക് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്, ട്രഡീഷണൽ വരുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത് ഒരു ടൈപ്പ് ഓഫ് നൃത്തത്തോടാണ്? പണ്ട് നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ കൂടുതലും നമുക്ക് മോഹിനിയാട്ടം, ഭരതനാട്യം ആ രീതിയിൽ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടികളുടെ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ടാലന്റിനനുസരിച്ചിരിക്കും. ചില കുട്ടികൾക്ക് ക്ലാസിക്കൽ നൃത്തത്തോട് നല്ല ഒരു അഭിനിവേശമായിരിക്കും, ഇഷ്ടമായിരിക്കും. ഇതിന്റെ 2 കാര്യങ്ങൾ. സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് ഫോൺ ഓപ്പൺ ചെയ്തു, ഒരു പാട്ടെടുത്തു, അതിന് നമുക്ക് സ്റ്റെപ്പ് ഇടാം. നിങ്ങൾക്ക് സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫേമസ് ഡാൻസേഴ്സിന്റെ ഒക്കെ സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷെ ക്ലാസിക്കൽ ഡാൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് സ്റ്റെപ്പ് പഠിക്കണം, അതിന്റെ അടവുകൾ പഠിക്കണം, അതിന്റെ മുദ്രകൾ പഠിക്കണം, അതിന്റെ മറ്റു കാര്യങ്ങൾ പഠിക്കണം, സാഹിത്യം പഠിക്കണം, സ്വരം പഠിക്കണം, അഭിനയം പഠിക്കണം. അങ്ങനെ ഒത്തിരി ചിട്ടവട്ടങ്ങളിലൂടെ പോകുന്ന ഒരു സംഭവമാണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് പാഷനുള്ള കുട്ടികൾ ക്ലാസിക്കൽ പഠിക്കും. ഇപ്പൊ കലോത്സവത്തിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാനദണ്ഡത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിപ്പോ ഒരുപാട് വിവാദങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളെ ഈ കലോത്സവ വേദിയിൽ പഠിപ്പിച്ച് കൊണ്ടുപോയി അർഹതപ്പെട്ട കുട്ടികൾക്ക് അത് കിട്ടാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വരുന്നത് ഒത്തിരി വേദനയോടെ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് അതെല്ലാം വേറൊരു തലത്തിലേക്ക് മാറി. വിദ്യാഭ്യാസ രംഗത്ത്, ഈ കലാപരമായ ഈ രംഗത്ത് ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഞാൻ ജഡ്ജ്മെന്റിന് പോകുന്ന ഒരാളാണ്. ഒരിക്കല് കൊല്ലം ജില്ലയിലെ ജില്ലാ കലോത്സവത്തിന് ഞാൻ മാർഗംകളിക്ക് ജഡ്ജായിട്ടിരിക്കുകയാണ്. മാർഗംകളി ട്രെയിനറും കൂടെയാണ്. ആ സമയത്ത് എന്റെ ഒപ്പം ഇരിക്കുന്ന 2 പേരെ ഞാൻ നേരത്തെ അറിയാൻ പറ്റില്ല ആരാണ്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 2 പേരെ നോക്കി സത്യത്തിൽ ഞാൻ ഞെട്ടി. കാരണം അവര് തിരുവാതിര പഠിപ്പിക്കുന്ന മാഷന്മാരാ. ഒരു ടീച്ചറുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന ആള്. ഇവർ 2 തിരുവാതിര പഠിപ്പിക്കുന്നവരാ. ഇവർക്ക് ബേസിക്കലി മാർഗംകളി എന്താണെന്നോ അത് ഏത് രീതിയിലാണ് ജഡ്ജ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിൽ മാർഗംകളി പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അത് നമ്മുടെ കോട്ടയത്തുള്ള
ഹാദൂസ എന്നറിയപ്പെടുന്ന അഖിലേന്ത്യാ ക്രൈസ്തവ രംഗ കലാകേന്ദ്രം. അവിടെ മാത്രം ഇത് പഠിപ്പിക്കുന്നുള്ളൂ. എത്ര പേർ അവിടെ പഠിച്ചിട്ടുണ്ട്, എത്ര പേര് സർട്ടിഫൈഡ് കോഴ്സ് പാസ്സായിട്ടുണ്ട്, എത്ര പേർക്ക് പഠിപ്പിക്കാൻ അറിയാം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നമുക്ക് മാർഗംകളി അറിയൂ? ജില്ലാ കലോത്സവം നടക്കണം, കാരണം ഒത്തിരി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ആ മാഷെ ഞങ്ങള് ഇത് കണ്ടിട്ടൊക്കെ ഉണ്ട്, മാഷങ്ങ് പറഞ്ഞാൽ നമുക്ക് വേണ്ട സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇരിക്കുന്ന, അത് തീച്ചോളയുടെ നടുവിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇട്ടിട്ട് ഓടാനും പറ്റിയില്ല, ഇത് പരിപാടി നടത്താതിരിക്കാനും പറ്റിയില്ല. നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികൾ വെളുപ്പിനെ വന്ന് ഒരുങ്ങി കെട്ടിയിരിക്കുക. ഇത് വൈകുന്നേരം 7 മണിയായി, ഒരു 12 മണിക്കൂർ കഴിഞ്ഞു പോകാൻ പോവാ. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും വേദനാജനകമായ ഒരു കാര്യമാണ്. അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാശ് മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്റെ അഭിപ്രായത്തില് ഈ പണ്ട് കലാതിലക പട്ടവും കലാപ്രതിഭ പട്ടവും ആയിരുന്ന വിഷയമെങ്കിൽ ഇന്നത്തെ പ്രശ്നം ഗ്രേസ് മാർക്കാണ്. ഇപ്പോ നമ്മള് കലോത്സവ മേഖലകള് സാറ് പറഞ്ഞു, ആ ഒരു മേഖലയിൽ വരുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ, അർഹതപ്പെട്ട കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന അവസ്ഥകൾ സാറ് പറഞ്ഞു. ഞാനും കണ്ടിട്ടുണ്ട്, കാരണം ഞാനും സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് എനിക്കും ആ ഒരു അവസ്ഥ അറിയാം. നമ്മൾ അർഹതപ്പെട്ടതാണെങ്കിൽ കൂടിയും നമുക്കത് ലഭിക്കാതെ പോകുമ്പോ, പ്രത്യേകിച്ച് പെൺകുട്ടികള്, അവരുടെ ഒരു വിഷമം ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സ് തൊട്ടനുഭവിച്ച വ്യക്തി എന്ന ഒരു നിലയ്ക്ക് സാറിന് ഇന്നത്തെ സമൂഹത്തിനോട് എന്താ പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മള് ഒരു സ്പൂൺ ഐസ്ക്രീം കഴിക്കും പോലെയല്ല. ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് ചേരുവകൾ ചേരണം. ഒരു കുട്ടി ഒരു നൃത്തം അവതരിപ്പിക്കണമെങ്കിൽ അവൾ എത്രമാത്രം എഫർട്ട് എടുക്കണം, പഠിപ്പിക്കുന്ന ആളുടെ എഫർട്ട്, പേരൻസിന്റെ എഫർട്ട്, അവരുടെ പൈസ, അതുപോലെ തന്നെ ഭയങ്കര ചെലവുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ മാക്സിമം ചെലവ് ചുരുക്കി നോക്കാറുണ്ട്. കാരണം ഓരോ കുട്ടികളുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരിക്കും. ചില പൈസ ഇല്ലാഞ്ഞിട്ട് കടം മേടിച്ച് വരുന്നവരുണ്ട്. ഈ കലയോടുള്ള അഭിനിവേശം കൊണ്ടാണ്, ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒത്തിരി പേര് സ്പോൺസർ ചെയ്ത് കുട്ടികൾ പഠിക്കും. ഞാൻ പല കുട്ടികളും ഫീസ് മേടിക്കാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മളൊരു കലാകാരനാണ്, ഞാൻ വളർന്നു വന്ന സാഹചര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലെ കുട്ടികൾ വളരെ എഫേർട്ട് എടുത്താണ് വരുന്നത്. അർഹതപ്പെട്ടവർക്ക് കിട്ടിയേ പറ്റൂ. അതിന് എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് നന്നായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിഷമിച്ചിറങ്ങി പോകുന്നത് പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ കൂടുതലും പെൺകുട്ടികളാണല്ലോ കലോത്സവ വേദികളിൽ, ഈ നൃത്ത ഇനങ്ങളിലൊക്കെ കൂടുതലും പങ്കെടുക്കുന്ന പെൺകുട്ടികളാണ്. അവർ എടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ആളോട് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ സാറ് പല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാറിന്റെ ഓൺ സ്കൂൾ തൂമ്പുര, അതേപോലെ എന്താ പറയാ, നമ്മളുടെ ഈ സിനിമാറ്റിക് മേഖലകളില്, അതായത് സിനിമാ മേഖലകളില്, സീരിയൽ മേഖലകളില്, അങ്ങനെയൊക്കെ സാറിന് ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ പരിചയമുണ്ട്, ആക്ട്രസ്, അങ്ങനെ ആ രീതിയിലൊക്കെ. അപ്പോ സാറിന് ഒരു നൃത്താധ്യാപകൻ എന്ന നിലയിൽ എത്രത്തോളം സപ്പോർട്ട് അങ്ങനെ ലഭിക്കുന്നുണ്ട്? ഒരു നൃത്താധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ പലതരം ആളുകളാണ്. ചിലര് ചാന്തുപൊട്ടെന്നൊക്കെ വിളിച്ച് ആളുകളെ ഹരാസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നല്ലൊരു കലാകാരന് എവിടെ അംഗീകാരം ഉണ്ടാവും. ഇപ്പൊ ഏത് മേഖല ചെന്നപ്പോ, സിനിമാ മേഖലയിലാണെങ്കിൽ നമ്മളൊരു കൊറിയോഗ്രാഫർ ആണെങ്കിൽ നമ്മള് എത്രമാത്രം കംഫർട്ടാണോ, ആർട്ടിസ്റ്റ് എത്രമാത്രം കംഫർട്ട് ആണെങ്കിൽ മാത്രമാണ് അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ആർട്ടിസ്റ്റിന്റെ ടാലന്റ് മനസ്സിലാക്കിയിട്ട് മമ്മൂക്കാനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം, ഭരതനാട്യം കളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പം പോസിബിൾ ആയിരിക്കില്ല. മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യുമായിരിക്കും. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ കാര്യങ്ങളിൽ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടാലന്റ് ഉണ്ട്. അവരെ കണ്ടെത്തി അവർക്കുള്ള ബൈ സ്റ്റെപ്പ് നമ്മളാക്കുന്നു, അവരെ മനസ്സിലാക്കി ഇട്ട് കൊടുത്താൽ സെറ്റാകും. കാരണം ഞാനിവിടെ ആൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന നടിയെ മാർഗംകളി പിടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമയായിരുന്നു എൽസമ്മ എന്നാണ് കുട്ടി. അപ്പം ബേസിക്കലി ആള് ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കൊറിയോഗ്രാഫി ചെയ്തപ്പോൾ അത് മനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ നുബ്രയിലെ കുട്ടികളാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് അവരൊപ്പം നിന്ന് കളിച്ചത്. അപ്പൊ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്. പിന്നെ സാറ് നല്ലൊരു മാർഗംകളി അധ്യാപകനാണ് എന്ന് എനിക്കറിയാം. സാറ് വെൽ ട്രെയിൻഡ് ആണ് അതില്. പൊതുവെ നമ്മൾ മാർഗംകളി കണ്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളെ കളിച്ചാണ്. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ, ക്രിസ്ത്യൻസിന്റെ ട്രഡീഷണൽ ഒരു കലാരൂപമാണ് ഈ മാർഗംകളി എന്ന് പറയുന്നത്, അതിനോടൊരു
അട്രാക്ഷൻ തോന്നിയത്? ബേസിക്കലി മാർഗംകളി സ്ത്രീകളുടെ അല്ല, അതാണ് അതിന്റെ മെയിൻ കാര്യം. അതൊന്നുമല്ല സംഭവം. പഴയ കാലഘട്ടത്തിൽ നമ്മള് ക്രിസ്ത്യൻ സമൂഹം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് അന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു സമൂഹമായിട്ട് ജീവിക്കുക. പുറത്തുള്ള ആളുകളുടെ ഉപദ്രവം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, വീടിന് മുറ്റത്ത് കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ടിട്ട് ഓരോ ചോടുകൾ ഒക്കെ വെച്ചിട്ട് ഇടിയോ പിടിയോ ചെലുപിലക്കടിയോ പാത്താനടിയോ കലമാൻ മിഴിയോ അങ്ങനെയുള്ള ചില ചുവടുകളൊക്കെ വെച്ച് ഇവര് ഇങ്ങനെ മുണ്ടൊക്കെ താറ് പാച്ച് കൊടുത്ത് ആരെങ്കിലും ഒരു കെട്ടൊക്കെ ഉണ്ടായിരിക്കും, ഇവരുടെ കയ്യിൽ ഒരു വാളോ അതിൽ എന്തെങ്കിലും വടിയോ അതൊക്കെ കാണും. ഇങ്ങനെ ചില ചുവടുകൾ വെച്ച് ഇവര് തീക്ക് ചുറ്റും നിന്ന് ഇങ്ങനെ ഒരു നൃത്തരൂപത്തിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഈ പുറത്തു നിന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ അവരുടെ വിചാരം ഇരിക്കുന്നത് ഇവരെന്തോ ഒരു ആയുധ പരിശീലനം നടത്തുവാണ്, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ ഇവരൊന്ന് അടുക്കാൻ പേടിക്കണം, അല്ലെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം. അങ്ങനെ ഇതിലേക്ക് പോയി. പിന്നെ ഇതിങ്ങനെ കുറെ ആശാന്മാരായിട്ട് ഇങ്ങനെ പഴയ പാട്ടുകൾ അതിന്റെ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് ആണുങ്ങളെ കളിച്ചിട്ടുണ്ട്. ഞാൻ മാർഗംകളി പഠിച്ച സമയത്ത് ഒഴുവൂര് പള്ളിയിലായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം. അതില് ഈ ട്രഡീഷണൽ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂര് തോമാസില് മറ്റേ നായത്തോമ വന്ന് ഇറങ്ങിയിട്ടുള്ള ആ ചരിത്രപരമായിട്ടുള്ള പാട്ടുകളൊക്കെ വെച്ചുള്ള ഇതായിരുന്നു. പിന്നീട് നമ്മുടെ ജേക്കബ് വെള്ളിയാൻ, ഫാദർ ജേക്കബ് വെള്ളിയാൻ, അദ്ദേഹമാണ് ഈ മാർഗംകളി കലോത്സവ വേദിയിൽ ഉൾപ്പെടുത്തണം എന്ന് മറിച്ചത് പെൺകളിയാക്കി മാറ്റിക്കൊണ്ട് അന്നുണ്ടായിരുന്ന എല്ലാ ആശാന്മാരെയും കൂട്ടി ഇതിനൊരു ചിട്ടവട്ടം ഉണ്ടാക്കി. അന്ന് തിരുവാതിര പഠിപ്പിക്കുന്നവര്, അന്നത്തെ ഈ പാട്ടറിയാവുന്ന ആശാന്മാര്, ഇവരെല്ലാരും ഒന്നിച്ചു കൂട്ടി ഇതൊരു 14 പാദം ഒരു സ്റ്റോറി ഉണ്ടാക്കി ഇതിനൊരു ചോടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹത്തിന് സമർപ്പിക്കും. അങ്ങനെ ഇത് കലോത്സവ വേദിയിൽ ഇപ്പൊ ഇത് നമ്മൾ കാണുന്നതും അതാണ് ഇന്നത്തെ ഒരു ചരിത്രപരമായിട്ട് മാർഗങ്ങളെ കുറിച്ച് പറയാനാണ് ചരിത്രം. ഇപ്പൊ സർട്ടിഫൈഡ് ട്രെയിനർ ആണല്ലോ സാർ മാർഗംകളിയുടെ. അപ്പം സാർ കലോത്സവ വേദികളിലും പോകുന്നുണ്ട്, നമ്മുടെ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സാറിന് നമുക്കിപ്പോ കലോത്സവ വേദികളില് എത്രത്തോളം ഇതിന് അംഗീകാരം കിട്ടുന്നുണ്ട് മാർഗംകളി എന്ന കലാരൂപത്തിന്? ഇപ്പൊ തിരുവാതിരയുണ്ട്, അതേപോലെ കോൽക്കളി വരുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ട്രഡീഷണൽ കലകൾ വരുന്നുണ്ട്. അതില് നമ്മളിപ്പോ മാർഗംകളി എന്ന ഈ ഒരു കലാരൂപത്തിന് ഇന്ന് അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. പക്ഷെ എങ്കിലും ഇപ്പൊ കുറെ വിവാഹ വേദികളിലൊക്കെ നമ്മൾ ഈ മാർഗംകളി വന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് നാനായ കല്യാണങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം അക്സെപ്റ്റൻസ് ഇന്ന് ഈ മാർഗംകളി എന്ന കലാരൂപത്തിന്? പണ്ട് നമ്മള് കലോത്സവത്തിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മാർഗംകളി ഒരു സ്റ്റേജിൽ നടന്ന ആ പരിസരത്തും ഒരു മനുഷ്യൻ പോലും കാണിയില്ല. തിരുവാതിര, മാർഗംകളി, അതുപോലെ തന്നെ പൂരക്കളി, ഇങ്ങനെയുള്ള ചില ട്രഡീഷണൽ കലാരൂപങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യനെ കാണാറില്ല. നമ്മൾ ജഡ്ജസ് ആയിട്ട് പോയിരിക്കുമ്പോൾ പുറകോട്ടൊന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് 1-2 പിള്ളേരും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ആ ഗ്രൂപ്പിന്റെ കുറച്ച് ടീച്ചേഴ്സോ ഇൻചാർജ് ടീച്ചേഴ്സോ ചിലപ്പോൾ 1-2 പേരൻസ് ഒക്കെ കാണും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കലോത്സവം എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ഇപ്പോഴത്തെ യുവജനങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ ആ ജില്ലകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മാർഗംകളി മത്സരത്തിൽ ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കോട്ടയം സൈഡിലോട്ടൊക്കെ ഒരുപാട് കല്യാണങ്ങൾക്ക് നമ്മുടെ ട്രെയിൻ ചെയ്ത കുട്ടികൾ നമ്മളുണ്ട്. അപ്പോൾ ഒരു വരുമാനം ഒരു 20,000 രൂപയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് അവര് തരുന്നത്. ഫുഡ് തരും, ഇനി ട്രാവൽ അലവൻസ് വേണമെങ്കിൽ അങ്ങനെ വരും. കുട്ടികൾക്ക് ഒരു ചെറിയ വരുമാനം, ഒരു പോക്കറ്റ് മണി. അതുപോലെ ഇതിങ്ങനെ അങ്ങ് പൊക്കോളും. അതും തന്നെയല്ല, നമുക്ക് ഇപ്പൊ ഈ തനത് കലാരൂപം അന്യം നിൽക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ഞാനത് ജഡ്ജ്മെന്റ് ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഇത് കേവലം ഒരു മത്സരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടും മാത്രമല്ല. ഇത് കലോത്സവ വേദിയിൽ നമ്മൾ അന്നിരുന്ന അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ഈ സംഭവം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ കലാരൂപവും അന്യം നിന്ന് പോകാതിരിക്കും. പുതുതലമുറ ഇത് അറിഞ്ഞിരിക്കണം. ഈ 2 വർഷമായിട്ട് പണിയ നൃത്തം, മലപ്പൊലയ നൃത്തം, അതുപോലെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള കുറച്ച് പുതിയ കലാരൂപങ്ങൾ കൂടി ഈ പ്രാവശ്യം കലോത്സവ വേദിയിൽ അത് ഉൾപ്പെടുത്തി. വിവാദമാണെന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇത് അവരുടെ മാത്രം ഒരു കലാരൂപം. ഇന്നൊക്കെ ഞങ്ങൾ മാർഗംകളി പഠിച്ചു എന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ടും അവിടെ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ പഠിച്ചെടുത്തത് കൊണ്ടും പഠിപ്പിക്കാൻ പറ്റുന്നു. പക്ഷെ ഇവരുടെ ഈ ആദിവാസി സമൂഹത്തിന്റെ ഈ കലാരൂപം അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും അവർക്ക് മാത്രം ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഒരു ഒപ്പന പഠിപ്പിക്കുന്ന മാഷ് പോയിട്ട് ഒരു പണിയ നൃത്തം പഠിപ്പിച്ച് വേദി കയറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? അപ്പൊ അതിൽ വഴിക്ക് പോട്ടെ. അപ്പൊ അങ്ങനെ കുറച്ച് നല്ലതുമുണ്ട്, കുറച്ച് തീർത്ഥവശങ്ങളുണ്ട്.
ഇനി സാറിന്റെ വീട്ടിലേക്ക് വരാം. സാറിന്റെ വൈഫിനെ കുറിച്ച്. അമ്മ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് സാറിന് വലിയ ഓർമ്മകളൊന്നും അമ്മയെ കുറിച്ച് ഉണ്ടാവില്ല. എന്നാലും സാറിന്റെ മനസ്സിൽ അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനവും ഇന്റിമസിയും ഉണ്ട്. വൈഫ് വന്നതിന് ശേഷം സാറിന്റെ ഈ ഒരു സാർ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നൃത്തം എന്ന ആ ഒരു ഇതിലേക്ക് ടേൺ ചെയ്തത്. ഒരു നൃത്താധ്യാപകനായി ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ കലോത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി പോകുമ്പോ സാറിന്റെ ഫാമിലിയോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല. പ്രത്യേകിച്ച് കലോത്സവ ടൈമുകളിൽ ഒട്ടും സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഇപ്പൊ കമ്മിറ്റ്മെന്റ്സ്, അതായത് വേറെ ഏതെങ്കിലും വാർഷികങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോ സാറിന് ഫുൾ ടൈം അവിടെ നിന്ന് ചെയ്യേണ്ടി, ചില സമയത്ത് സാറിന് 3-4 ദിവസം നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ സിനിമാ മേഖലകളിലൊക്കെ പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് എല്ലാം വെച്ച് നോക്കുമ്പോ സാറിന്റെ വൈഫ് എത്രത്തോളം സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടം വരെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ താങ്കളുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ഞാൻ അത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണില്ല, എല്ലാത്തിനും അവളുടെ സപ്പോർട്ടാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞുനാളിൽ അമ്മ പോയി, പിന്നെ പോയിട്ട് ഞാനും അപ്പനും ഞങ്ങളുടെ ആ രണ്ടുപേരുടെ ഇടയിലേക്കാണ് എന്റെ വൈഫ് വരുന്നത്. അവള് വരുമ്പോ അവൾക്ക് ഒരു കട്ടൻ ചായ തിളപ്പിക്കുന്ന അറിയത്തില്ലായിരുന്നു, അവളും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അവിടുന്ന് അവള് അത് പിക്കപ്പ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ, കാരണം 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത്ര എക്സ്പീരിയൻസ്, അത് ജീവിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെന്നും കൂടെ ആലോചിക്കണം. അവള് വന്നിട്ട് പിന്നെ അവിടുന്ന് ഇവിടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാരുടെ പോലെ വളരെ വിശാലമായ ഒരു സംഭവമാണ്. കാരണം ഞാൻ സ്കൂളിൽ ജോലി ചെയ്യായിരുന്നു പറഞ്ഞല്ലോ, അത് വിട്ട് ഇറങ്ങി കുറെ നാളത്തേക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ദാരിദ്ര്യമായിരുന്നു. ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ട്, പറമ്പി പണിക്ക് പോയിട്ടുണ്ട്, കയ്യാലപ്പണിക്ക് പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കപ്പൊക്കെ ഇടകളൊക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്, കെട്ടിടപ്പണിക്ക് പോയിട്ടുണ്ട്. ഈ തലയിലൊക്കെ എന്തോരം സിമെന്റ് ചാക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം, അതിന്റെ ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇവള് ആ ജോലി കളഞ്ഞവനോട് ഒരിക്കലും അങ്ങനെ ആ ജോലി കളയണ്ടായിരുന്നു. അത് നമുക്ക് മാസം സാലറി കിട്ടിക്കൊണ്ടിരുന്ന നല്ല പാന്റ് ഷർട്ട് ഇട്ട് എൻജോയ് ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നീട് എന്റെ മേഖല ഇതാന്ന് പറഞ്ഞിട്ട് ഒരു നൃത്ത മേഖല, കൂടുതലും സ്ത്രീകളായിട്ട് ഇടപെടാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു മേഖല, സിനിമയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. എങ്കിൽ പോലും ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. അപ്പം ഒരു കലോത്സവത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു പരിപാടിക്കൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് വർക്കാം. അത് നിന്ന് തിരിയാൻ സമയമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്കിലോട്ടുള്ള ഒരു മേഖലയാണ്. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് മീൻസ് ഒരു മരണം നടന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒരു കയറി താമസം, അല്ലെങ്കിൽ റിലേറ്റീവിന്റെ വീട്ടിൽ കല്യാണം, നാളെ സ്കൂൾ ആനുവൽ ഡേ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്നാ നിനക്ക് പൊക്കോളാവോ എന്ന് ചോദിച്ചാൽ പോവില്ല. നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോവാം, ഇല്ലെങ്കിൽ ഞാനും പോകുന്നില്ല. അത്ര അത് അങ്ങനെയാണ്. ഞാൻ തന്നെ പോയിട്ട് അതൊരു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു കാരണമാകും. എന്നാ പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ബന്ധുക്കളുടെ ഒക്കെ ഇഷ്ടക്കേട് നേടിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യങ്ങള്, അപ്പനെങ്ങനെ 2 വർഷം 1 വർഷം നടന്ന് കിടന്നുപോയി. ഈ 2 വർഷം ഒരു ജോലിക്കും പോകാതെ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, കൃത്യമായിട്ട് സ്കൂളിൽ വിടുക, പേരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടോ, ഇതൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ചില സ്കൂളിൽ ചോദിച്ചു, ഞാൻ അപ്പനില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പുറം കാണുന്നില്ലല്ലോ. അപ്പൊ ഇതാണ് പ്രവർത്തന മേഖല, നൃത്താധ്യാപകനാണ്. അപ്പൊ അവര് കോംപ്രമൈസ് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചെന്ന പ്രിൻസിപ്പലിനെ കണ്ട്, സാർ എങ്ങനെയാണ് കാര്യങ്ങൾ, അതുകൊണ്ടാണ് വരാത്തെ. അപ്പൊ അങ്ങനെ ലൈഫില് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നിപ്പം ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പ് തുടങ്ങിയപ്പം ഒന്നാമത് നൃത്തമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് എൻ്റെ വൈഫ്. ഒരു പാലക്കാമാല എന്താ, ഒരു ചോക്കർ എന്താ, ഒരു ഭരതനാട്യത്തിന് ഇറക്കമാല എങ്ങനെ ഇരിക്കും, ലക്ഷ്മിയുടെ അരപ്പട്ട എങ്ങനെയായിരിക്കുന്നത്, അല്ലെങ്കിൽ വങ്കി മോതിരം എന്താണ്, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ. പക്ഷെ ഒരു 3 മാസം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് നിനക്ക് ചെയ്യാൻ പറ്റും. 1 മാസം ഞങ്ങളൊരു പെൺകുട്ടീനെ കടയിൽ വെച്ചു. കാരണം അവള് വേറൊരു കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളതാണ്. 1 മാസത്തേക്ക് വരാമെന്ന് വെച്ച് വന്നു. അത്യാവശ്യം ഇത് ഇങ്ങനെയാണ്, ഈ സാധനം ഇങ്ങനെ അടുക്കി വെക്കണം, ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. എന്നെക്കാളും ഭയങ്കര ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സാധനം കൊണ്ട് 2 ദിവസമായിട്ട് റിട്ടേൺ വന്നതിൽ കറക്റ്റ് ഫോൺ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ തുണി അലക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച വീട്ടിൽ കൊണ്ട് അലക്കണം. കാരണം പുറത്ത് കൊടുത്ത അലക്കലൊക്കെ ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര ചാർജുമാണ്. നമുക്ക് അതിനുള്ളൊരു ലോണൊക്കെ അടഞ്ഞു പോകണല്ലോ. അപ്പൊ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പൊ ഏറ്റെടുത്ത് നടത്താൻ ഞാനിങ്ങനെ ബാംഗ്ലൂരൊക്കെ ക്ലാസ് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. ഈ ഒരാഴ്ച കൃത്യമായിട്ട് മാനേജ് ചെയ്തോളൂ. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി. സാറിപ്പോ പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും
സാറിന്റെ വൈഫാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ബിസിനസ് മേഖലകളിലായാലും സാറ് പുറത്തു പോകുമ്പോൾ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിംഗ് കാര്യങ്ങള്, ഇപ്പോൾ ഫാദർ വയ്യാതെ കിടന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. ഒരു കുടുംബം അതിന് അപ്പുറം തന്റെ സംരംഭം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്ന ഭാര്യയ്ക്ക് സാറിന്റെ ഉള്ളിൽ നിന്നും എപ്പോഴെങ്കിലും ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്ക് യു എന്നൊരു വാക്ക്? കാരണം ഓരോ ഭാര്യമാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കായിരിക്കാം താങ്ക് യു. സാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ അവളോട് ഒന്നിനും താങ്ക്സ് പറഞ്ഞിട്ടില്ല. അതെന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ ജീവന്റെ ഭാഗമാണല്ലോ, ബാക്കിയാണല്ലോ. താങ്ക്സ് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടോന്ന് ചിലപ്പം ഇപ്പം താങ്കൾ ഇത് പറയുമ്പോൾ ആക്ച്വലി ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്, താങ്ക്സ് പറയേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നു, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോ ഞങ്ങള് ക്യാമറയുടെ ബാക്കിൽ നിന്ന് സാറിന്റെ വൈഫിനെ വിളിക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ വെച്ച് സാറ് താങ്ക് യു പറയുമോ? തീർച്ചയായിട്ടും. അവളുടെ എങ്ങനെ താങ്ക്സ് പറയും, എന്തോരം പറഞ്ഞാലും മതിയാവില്ലല്ലോ. അത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, അതാണ്. പിന്നെ അവൾക്ക് സർപ്രൈസുകൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ സാറ് എന്തൊക്കെ സർപ്രൈസ് ആണ് വൈഫിന് കൊടുക്കാറ്? നാളെയാണ് സർപ്രൈസിന്റെ ദിവസം. അതെന്താന്ന് വെച്ചാല്, അവള് കുടുംബശ്രീയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ കുറച്ച് അമ്മമാരുണ്ട്, ഒരു കുറച്ച് പേരേ ഉള്ളൂ. അവർക്ക് ഒരു ടൂർ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനൊരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ, നിങ്ങൾ പോയിട്ട് വാ, നമുക്ക് വണ്ടിയുണ്ട്, പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളോട് വരുവാണെങ്കിൽ ആണുങ്ങളായിട്ട് വേറെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, നിങ്ങളോട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ഞാനും വരാം. അപ്പൊ നാളെ നമ്മുടെ ഷോപ്പ് അവധിയാണ്. കസ്റ്റമറോട് പറഞ്ഞു നാളെ ഷോപ്പ് അവധിയായിരിക്കും. മോനോട് പറഞ്ഞു, മോനെ നീ നാളെ കോളേജിൽ പൊക്കോ, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കാം, നീ വൈകുന്നേരം വന്ന് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോ. അപ്പൊ ഞാനൊന്ന് അവളോട് പറയാതെ ഒരു ചുരിദാർ മേടിച്ച് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സർപ്രൈസ്. ഇന്ന് വൈകുന്നേരം ഞാനത് മേടിച്ചോണ്ടാണ് ഇപ്പൊ കടയിലോട്ട് പോകുന്നത്. അതാണ് ഇന്ന് അവൾക്ക് കൊടുക്കുന്ന സർപ്രൈസ്. ജീവിതത്തില് സർപ്രൈസുകൾ കിട്ടുമ്പോൾ ഭാര്യമാർക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. അതേപോലെ തന്നെയാണ് താങ്ക് യു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നമ്മള് അവരെ എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് അവരെ കൂടുതൽ കൺസിഡറേറ്റീവ് ആവുക, അല്ലെങ്കിൽ തനിക്ക് കെയർ കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ അപ്രീസിയേഷൻ, ഓക്കെ എന്റെ ഈ വിജയം നിനക്കുള്ളതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് സാറിന് തോന്നുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാല്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഈ ഓരോ ആളുകൾക്കും നമ്മളോട് ചെയ്ത് തരാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്തും തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാര്യ മാത്രമാണ്. അത് മക്കൾക്കും പറ്റില്ല, അപ്പനും പറ്റില്ല, അമ്മയ്ക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ട കരുതൽ തരാനും അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ താങ്കളുടെ ചോദ്യം എന്നെ ഭയങ്കര വിഷമിപ്പിച്ചിട്ടുണ്ട്. താങ്ക്സ് പറയാൻ പറ്റിയിട്ടില്ല. അത് ഒരു ഇപ്പോഴാണ് ശരിക്കും അത് സ്ട്രൈക്ക് ആയത്. ഇപ്പൊ സാറ് ഒത്തിരി നമ്മുടെ ഇപ്പം പെൺമക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ചെറുത് മുതൽ വലിയ ഇതുവരെ. എനിക്കറിയില്ല, നമ്മുടെ അമ്മമാരെയും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പേര് ഡാൻസ് പഠിപ്പിക്കുമ്പോ നമുക്ക് സാറിന്റെ ഒരു മേഖലയിൽ തരുന്നുണ്ട് നമ്മുടെ ഈ സമൂഹത്തിന്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ വിമൻസ് ഡേനനുബന്ധിച്ചാണല്ലോ ഈ ടോക്ക് ഷോ വയ്ക്കുന്നത്. അപ്പൊ സാറിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സന്ദേശം ഒന്ന് ഷെയർ ചെയ്യോ? എന്റെ ഏറ്റവും നല്ല സന്ദേശം എന്ന് പറഞ്ഞാൽ, നൃത്തം പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം കാലം കുട്ടികൾക്ക് നൃത്തം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിവിടുക. അവർക്ക് ഇഷ്ടം ഉണ്ടായിരിക്കില്ല. ഇഷ്ടമുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ടാലന്റ് കണ്ടെത്തി അവരെ ആ ഒരു വഴിക്ക് വിടുക എന്നുള്ള പേരൻസിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രായമായാലും സ്ത്രീകളാണെങ്കിൽ നൃത്തം അഭ്യസിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും അവരുടെ എല്ലാ മുന്നോട്ടുള്ള അവരുടെ ലൈഫിലൊക്കെ ഭയങ്കര പ്രയോജനം ചെയ്യുന്ന. കാരണം ഒത്തിരി പ്രായമുള്ള അമ്മമാരൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ആരോഗ്യപരമായിട്ട് അവർ വളരെ ഹെൽത്തി ആണ്, അവർ വളരെ സ്ട്രെങ്ത് ആണ്. അവർക്ക് മാത്രമല്ല, ഈ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമസന്ധികളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കേണ്ടി വരുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ്. നൃത്തം ചെയ്താൽ എപ്പോഴും അത് ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ ഈ മാർച്ച് 3 ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വേദിയിലൊരു പ്രോഗ്രാം ചെയ്യാൻ പോകും. അത് കുറെ നാളായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നില്ലായിരുന്നു.
അപ്പൊ എനിക്ക് എന്റെ കൂടെ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ വീട്ടിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു, മാഷും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യണം. അത് പറഞ്ഞത് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എല്ലാരും അത് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. വൈഫിനോട് പറഞ്ഞു, അവളോട് ഇരിക്കുമ്പോഴത് പറയണം. അപ്പൊ പറഞ്ഞാൽ നിങ്ങൾ കളിച്ച് ഞാനിതൊരു സ്റ്റേജ് കളിച്ച് കണ്ടിട്ടില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് നൃത്തം പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ആ വഴിക്ക് വിടുക. അവർ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. നൃത്തം പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കരിയർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ ഐക്യു കൂടുതൽ വർദ്ധിക്കും. ഇതാണ് ഈ വനിതാ ദിനത്തിൽ എല്ലാ അമ്മമാരോടും എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്. ഇവിടെ വിമൻസ് ഡേയുടെ അനുബന്ധമായി നമ്മൾ നടത്തിയ ടോക്ക് ഷോയിൽ വന്നതിന് സാറ് സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ ഭാര്യയെ കുറിച്ച് ഒത്തിരി പറഞ്ഞു. ഇത്രയും നല്ല സപ്പോർട്ടായിട്ടൊരു ഭാര്യ, അതാണ് സാറിന്റെ ജീവിത വിജയം എന്ന് സാറ് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് സാറ് നല്ലൊരു മെസ്സേജ് കൊടുത്തു. അതായത് നൃത്തം അഭ്യസിക്കുന്നത് കൊണ്ട് നമ്മളുടെ IQ ലെവല് വർദ്ധിക്കും, അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആകും. അതൊക്കെ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. തന്നെയല്ല, പല തനത് കലകളെ കുറിച്ച്, തിരുവാതിരക്കളി, അതേപോലെ തന്നെ മാർഗംകളി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച്, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ കലകളെ കുറിച്ചും സാറ് പറഞ്ഞു. അതൊക്കെ ഇന്നത്തെ സമൂഹത്തിന് പുതിയ അറിവുകളായിരിക്കും. ഇത്തരം ഒത്തിരി അറിവുകള് സാറിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാനും സാറിന്റെ നൃത്താധ്യാപകൻ എന്ന രീതിയിലുള്ള അനുഭവങ്ങളും എല്ലാം പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോ എല്ലാം ശുഭമായി നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്റെ നല്ലൊരു വനിതാ ദിനം നമ്മുടെ എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ഞാൻ നേരുകയാണ്. താങ്ക് യു.